പിന്നെ ഇതിന്റെ വാടക, ഇലക്ട്രിസിറ്റി, അതായത് മൊത്തം കൂടിയ നടത്താൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നടത്താൻ വെച്ചാൽ ഈ പ്രോപ്പർട്ടി, ബിൽഡിംഗ് ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തമായോണ്ട് നടത്തുന്നു, അല്ലെങ്കിൽ ആർക്കും നടത്താൻ പറ്റില്ല. നമ്മളൊരു ബിസിനസ് മാത്രമല്ല, ഒരു സർവീസ് കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് കുറച്ച് ആളുകൾക്ക് തൊഴിലുണ്ട്. ഇതിനായിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് കന്മനം ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ വെളിച്ചെണ്ണ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മധുചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടനാണ് നമ്മുടെ കന്മനം ഫുഡ് പ്രൊഡക്ട്സിന്റെ ഓണറായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റുമോ? സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള നമുക്ക് വെളിച്ചെണ്ണയാണല്ലോ ഇവിടെ മെയിൻ ആയിട്ട്. വെളിച്ചെണ്ണയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ രണ്ടുതരം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നോർമൽ, അതായത് എക്സ്പെല്ലർ പ്രോസസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് ഞങ്ങൾ കോൾഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. എക്സ്പെല്ലർ എന്ന് പറഞ്ഞാൽ ആ എണ്ണ നമ്മൾ ഒരു 60 to 70 ഡിഗ്രി വരെ ചൂടാക്കിയിട്ടാണ് എക്സ്പെല്ലറിൽ ആട്ടിയെടുക്കുക. കോൾഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബിലോ 55 ഡിഗ്രിയിൽ ഡയറിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് കോൾഡ് പ്രോസസ്സിങ് വെളിച്ചെണ്ണ എടുക്കുക. ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട്. അതുകൊണ്ടാണ് അതിന് കോൾഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. ലോ ടെമ്പറേച്ചറിൽ പ്രോസസ്സ് ചെയ്ത് അതിനൊന്നുകൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും. അതിന് ക്വാളിറ്റി കൂടുതലായിരിക്കും. കാരണം വൺസ് ഒരിക്കലും നമ്മൾ ഈ എണ്ണ എക്സ്പെല്ലറാണ് സമയത്ത് നമുക്കൊരു 280 ഡിഗ്രി വരെ അത് ചൂടാവുന്ന സമയത്ത് അതിന്റെ കെമിക്കലി അതിന്റെ കംപ്ലീറ്റ് ഘടകങ്ങളും എല്ലാം പോകും. അതിലൊന്നുമില്ല. പിന്നെ അത് നമുക്ക് ദേഹത്തിന് ഹാനികരമായ രീതിയിലുള്ള കെമിക്കൽസ് ആയിരിക്കും രൂപപ്പെടുക. കോൾഡ് പ്രോസസ്സിന് അതൊന്നുമില്ല. ആസിറ്റീസ് ഒരു ഒറിജിനൽ നാളികേരത്തുനിന്ന് യാതൊന്നും ചെയ്യാണ്ട് ചെറിയ ചൂടിൽ എണ്ണ എടുക്കുന്നത്. അതാണ് കോൾഡ് പ്രോസസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എവിടുന്നായിരുന്നു? ഇപ്പൊ ഇവിടെ നാളികേരം എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ തൊട്ട് ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് പറ്റുമോ? ഞങ്ങള് സാധാരണയായിട്ട് നാളികേരം കൊപ്പര എടുക്കാറില്ല. ഞങ്ങൾ പുറത്തുനിന്ന് തേങ്ങ എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യാറ്. എല്ലാ തേങ്ങയും നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് പറ്റില്ല. കാരണം വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ അതൊരു 12 to 13 months ഓൾഡ് കോക്കനട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ 2 രൂപ ഏറെ കൊടുത്തിട്ട് അത് നല്ല നാളികേരം ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കും. ഇതിന് മൂപ്പ് കൂടിയ നാളികേരം ഞങ്ങൾ സെലക്ട് ചെയ്തു. മൂപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, മൂപ്പ് കൂടിച്ചാൽ അത് എണ്ണ കിട്ടില്ല. പിന്നെ അതൊരു വേസ്റ്റ് ആണ്. പിന്നെ കളറ് ചേഞ്ച് ആയി നമുക്കൊരു പ്യുവർ എണ്ണ കിട്ടുന്നില്ല. ഇതിപ്പോ അങ്ങനെ കൊടുത്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ ഉണക്കല് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഉണക്കല് ഞങ്ങള് 3 രീതിയിൽ ഉണക്കുന്നുണ്ട്. 3 രീതിയിൽ ഉണക്കുന്നുണ്ട്. ഒന്ന് വെയിലത്ത് വെച്ചിട്ട്, അതായത് സോളാർ. ഈ കാണുന്നതെല്ലാം സോളാറാണ്. ഉള്ളിൽ നിൽക്കുമ്പോ തന്നെ ഭയങ്കര ഒരു ചൂട് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഏകദേശം 63-65 ഡിഗ്രി വരെ ഉള്ളിൽ ചൂടാവും. 65 വരെ ചൂടാവും. അപ്പൊ നമ്മൾ 2 ഫാൻ ഇട്ടിട്ട് ഞങ്ങൾ അതിനെ കുറേം കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 ഫാൻ വഴി മോയ്സ്ചർ എല്ലാം പുറത്തേക്ക് പോകും. അപ്പൊ ആദ്യത്തെ ഉണക്കല് ഇതിൽ വെച്ചിട്ടാണ്. തേങ്ങ ഉണക്കി ഞങ്ങൾ ഇതിലിട്ടിട്ട് ഇതിൽ ഇട്ടിട്ട് ഡ്രൈ ആക്കും. ഇതിലാവുമ്പോ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണക്കാനായിട്ട് പറ്റും. ഇത് ക്വാണ്ടിറ്റി ഉണക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 1 ടൺ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ 1 ടണ്ണ് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഉണക്കാം. കൂടാതെ നമുക്ക് കാണാം നല്ല കൊപ്ര. ഇതിപ്പോ അത്യാവശ്യം നല്ല ഉണക്കായിട്ടുണ്ട്. നല്ല ഉണക്കം. ഇത് പെട്ടെന്ന് ആവും. ഇത് നല്ല ഉണക്കായിട്ടുണ്ട്. ഇതാണല്ലേ ഒരു മെത്തേഡ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെയും മെത്തേഡ് ഉണ്ട്. പിന്നെ ഞങ്ങള് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഡ്രയർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഞങ്ങള് ഇലക്ട്രിസിറ്റി പ്ലസ് മറ്റേ ഫയർവുഡ് വിറക് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 തരത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. 3 തരത്തിലുള്ള ഡ്രൈയിങ് സിസ്റ്റം ആണ് ഇവിടെ വരുന്നത്. ഒന്ന് വരുന്നത് ഇതേപോലുള്ള സോളാർ സിസ്റ്റം ആണ് വരുന്നത്, നമ്മളെ ഔട്ട്ഡോർ. ഇതിൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഒരേ സമയം ഉണക്കെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഡ്രയറുകൾ പലതരത്തിലുള്ള ഡ്രയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ മാത്രം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും പ്ലസ് നമുക്ക് വിറക് അടുപ്പിൽ കത്തിച്ച് ഉണക്കുന്ന മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. അപ്പോ നേരെ നമുക്ക് അങ്ങോട്ട് പോകാലോ. ഇതിന്റെ ഈ സിസ്റ്റത്തില് ഡസ്റ്റ് പ്രൂഫ് ആണ്. നമ്മൾ പുറത്ത് വെയിലത്ത് ഉണക്കുന്ന സമയത്ത് ഇതില് പക്ഷികൾ വരും, എല്ലാം വരും. ഇതിലൊന്നുമില്ല. ഡസ്റ്റ് പ്രൂഫ് ആണ്. ഫുൾ കവേർഡ് ആയ കാരണം അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും ക്വാളിറ്റിയിലാണ് ഞങ്ങൾ നാളികേരം ഉണക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ സോളാർ കണ്ടില്ലേ? സോളാറിൽ കണ്ടിട്ട് ഞങ്ങൾ വെയിലത്തോട് ആ സോളാറിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള്
പിന്നെ ഇതിലേക്ക് കയറ്റും. അവിടെ വെച്ചത് കംപ്ലീറ്റ് ഡ്രൈ ആയി എല്ലാം ആയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഡയറിലേക്ക് വരിക. ഈ ഡയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്ലസ് ഫയർവുഡാണ്. ഫയർവുഡാണ്, തീയും ഇലക്ട്രിക്കും കൂടിയിട്ടാണ്. അല്ല, അവിടെ ഉണക്കിയതിന്റെ ബാക്കിയാണോ ഇവിടെ ഉണക്കുക, അതോ ഇവിടെ വേറെ നാളികേരാണോ ഉണക്കുന്നത്? അല്ല, ആ ഉണക്കിന് ശേഷം ഞങ്ങൾ ഇതിലേക്ക് വരും. കാരണം അവിടെ വെള്ളതെല്ലാം ഞങ്ങൾ കളഞ്ഞു ഓടുന്നു. മറ്റേ ഉള്ളിൽ വരുന്ന സമയത്ത് കംപ്ലീറ്റ് നമുക്ക് ശുചിത്വം എപ്പോഴും നോക്കണല്ലോ. ആ വെള്ളം അതെല്ലാം ഇവിടെ വന്ന് ഡ്രൈ ആവില്ല, അതില്ല. ഇത് നമുക്ക് അതായത് ക്ലീൻനെസ് അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ നാളികേരം ഇതിലേക്ക് വന്നിട്ട് ഒരു 40% അവിടെ ഉണങ്ങിയിട്ട് അവിടെ ഒരു 4-5 മണിക്കൂർ അത്രേ ഉള്ളൂ. വെള്ളം പോയി ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് വരുന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ എത്ര സമയം എടുക്കും മൊത്തം ഉണങ്ങി കിട്ടാൻ? ഇതില് ടോട്ടൽ അതായത് നാളികേരത്തിനനുസരിച്ച് ഒരു 4 മണിക്കൂറോളം അവിടെ ആയി. പിന്നെ നമുക്കൊരു 10 to 12 hours ടോട്ടൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലിട്ടിട്ട് ഞങ്ങൾ ഇതിനെ പ്രോഗ്രാം ചെയ്യും. ഒരു 6 to 8 hours ഇതിനെ പ്രോഗ്രാം ചെയ്തിടും. ഞങ്ങൾ 6 മണിക്ക് പൂട്ടിപ്പോയാലും ഇത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അതിൻ്റെ പ്രോഗ്രാമർ അവിടെ ഉണ്ട്, ക്യാമറ അവിടെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇതിനെ മോണിറ്റർ ചെയ്യും. നമുക്ക് ഇത് ടൈമർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടൈമർ കാര്യങ്ങൾ 11 മണി കറക്റ്റ് ഇത് ഷട്ട് ഡൗൺ ആവും. ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ചെയ്തതാണ്? എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. ചേട്ടൻ തന്നെ ചെയ്തെടുത്താണ്. ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോ ഇവരിപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു 11 മണിക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ടായാലും ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഫയറിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കലും ഡ്രൈ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം വരുന്നത്. അപ്പൊ അവിടെ ഉണക്കിയ നാളികേരം ബാക്കി ഒരു കുറച്ച് നേരം ഉണക്കി ബാക്കി ഫുൾ ടൈം ആയിട്ട് ഇവിടെ ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരാം. ഇനി ഇതോട് കൂടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചിരട്ടോട് കൂടിയിട്ടാണ് ചെയ്യാം. ഇനി ഞങ്ങൾ ചിരട്ട ഒഴിവാക്കും. ഇതോട് കൂടിയിട്ട് ചിരട്ട ഒഴിവാക്കും. ഒരു 10 to 12 hours കഴിഞ്ഞാൽ ചിരട്ട ഒഴിവാക്കും. അത് കാണിച്ചു കൊടുക്കാം. നമുക്ക് കാണിക്കാം. ഓക്കെ, ഞങ്ങളിപ്പം അവിടെ കണ്ടില്ലേ ഡയറി, ആ ഡയറിന്ന് ഞങ്ങളിപ്പം ഇവിടേക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ചിരട്ട എല്ലാം കളയുന്നത്. വീണ്ടും ഡ്രൈ ചെയ്യണം. വീണ്ടും ഒരു 10 to 12 hours ഡ്രൈ ആക്കണം. ഈ ഡ്രൈ ഞങ്ങൾ ചെയ്യുന്നത് ഇലക്ട്രിക് ഡയറിൽ വെച്ചിട്ടാണ്. ഫുൾ ഇലക്ട്രിക് ഡയറിൽ. കാരണം ഞങ്ങൾക്ക് ഇത് രണ്ടായിട്ട് വേർതിരിക്കണം. ഒന്ന് ലോ പ്രോസസ്സിങ് 55 ഡിഗ്രിയിൽ ഞങ്ങൾക്ക് കോൾഡ് പ്രോസസ്സിലേക്ക് പോകണം. പിന്നെ എക്സ്പെല്ലർ പ്രോസസ്സിങ്ങിലേക്ക് ഞങ്ങൾക്ക് അത് ഒരു 60 to 65 ഡിഗ്രിയിൽ സെപ്പറേറ്റ് ആയിട്ട്. അവിടെ നിന്ന് വരുന്ന തേങ്ങ എന്താ പറയാ ചിരട്ട കുത്തി മാറ്റിയിട്ട് രണ്ട് വിഭാഗം. ഒരെണ്ണം ടെമ്പറേച്ചർ കുറച്ച് ഉണക്കും, ഒരെണ്ണം നോർമൽ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ആ മെഷീൻസ് ഒന്ന് കണ്ടാൽ. ഇതാണ് കോൾഡ് പ്രോസസ്സിംഗ്. ഈ ഡയറിലാണ് കോൾഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ പോവുക. ഇത് ഞങ്ങൾ ടെമ്പറേച്ചർ ഒരു 55 ഡിഗ്രി 55 ഡിഗ്രി സെറ്റ് ചെയ്യും. ഇത് 55 ഡിഗ്രി സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ക്വാളിറ്റി നല്ല കോൾഡ് പ്രോസസ്സിംഗ് ഒക്കെ ഉള്ള ക്വാളിറ്റി. ഇതിലിപ്പോ നാളികേരുണ്ടോ? ഇതിലിപ്പോ നാളികേരുണ്ട്. തുറന്നു നോക്കാം. അതിപ്പോ നാളികേരിക്കുന്നതാണ് ഫില്ലായിട്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളതാണ്. കണ്ടോ, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള തേങ്ങയാണ്. 55 ഡിഗ്രി വെച്ചിട്ട്. നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയറാണ് യൂസ് ചെയ്യുന്നത്. ഡെൽമാർക്കിന്റെ ഡ്രയറാണ്. ഇതിൽ വേറെ എന്തെങ്കിലും ഉണക്കിയിരുന്നോ? ഇതില് ഞാൻ മുന്നേ ഇത് മറ്റേ ചക്ക ഉണക്കിയിരുന്നു. അത് ഞാൻ ഇതുപോലെ തന്നെ ചക്ക ഉണക്കി നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയത് എനിക്ക്. അത് ഞാനും ഉണക്കി. ഞങ്ങൾക്ക് അതായത് എല്ലായിട്ടും ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ വീടാവശ്യത്തിന് വേണ്ടി ഉണക്കി. ഞാൻ മറന്നു, മറ്റേ കൊറോണ കാലത്ത് മറന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ചക്ക ഉണക്കി വെച്ചില്ലോ. അന്ന് ഞങ്ങൾ ഇട്ടു നോക്കിയ സമയത്ത് യാതൊരു കേടും ഒന്നും പറ്റിയിട്ടില്ല. അത് ഞങ്ങൾ വെള്ളത്തിലിട്ടു. അത് ഒറിജിനൽ ചക്കയായിട്ടന്നെ തിരിച്ചു വന്നു. ഇനി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല. ഈ സീസണിൽ ഒന്ന് ചെയ്തിട്ട് മാർക്കറ്റിംഗിലേക്ക് നോക്കണം അല്ലേ. നമ്മുടെ ഈ ഡ്രയറിൽ അതേപോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നാളികേരം മാത്രമല്ല ചക്ക, അതുപോലെ തന്നെ പച്ചക്കറി, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവം നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. മീൻ, ഇറച്ചി, അത് നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയറിന്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇതിലിപ്പോൾ ചേട്ടൻ ഒരു 55 ഡിഗ്രിക്ക് താഴെ നാളികേരം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രയർ യൂസ് ചെയ്യുന്നത്.
അപ്പോ അതും അന്ന് ഞാൻ തേങ്ങ മറ്റേത് ഉണക്കിയപ്പോഴും 55 ഡിഗ്രിയിലാണ് ചെയ്തത് അല്ലേ? അപ്പോഴാണ് നമുക്ക് ആ ശരിക്കുള്ള ഒരു പ്യുവർ ഇതിൽ കിട്ടുന്നത്, ക്വാളിറ്റി കിട്ടുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, നാളികേരം മാത്രമല്ല ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ചക്ക ഉണക്കാം, അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്ത് അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് കയറി കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ഞങ്ങൾ അവിടുത്തെ ഡ്രയറിന്ന് ഇപ്പൊ 2 ഞങ്ങൾ കൊപ്പർ എടുത്തിട്ട് ഇതിനെ കട്ടിങ്ങിലേക്ക് വരും. കട്ടിങ് ആണ് കട്ടിങ് വരും. കാരണം ഇതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ഇടാൻ പറ്റില്ല, മെഷീനിലേക്ക് ഇടാൻ പറ്റില്ല. നമ്മൾ ഇതിനെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കട്ടർ ഉപയോഗിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കുന്നില്ല. ഇതിപ്പോ നല്ല ഉണങ്ങിയിട്ടുള്ള കൊപ്രയാണ്. ഇത് നമുക്ക് ഇത് മുഴുവനായിട്ട് ഇടാൻ പറ്റത്തില്ല, അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ മെഷീൻ വരുന്നല്ലേ? മെഷീൻ വരുന്നത്. ആ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെറിയ പീസാക്കി എടുക്കും. എന്നിട്ട് ഇവിടെ പിന്നെ മെഷീൻസ് വരുന്നത്. ആ മെഷീനിലാണ് പിന്നെ ഞങ്ങള് നെക്സ്റ്റ് ചക്ക് വരുന്നത്. ചക്ക് വരുന്നത് ഈ ചക്കിലേക്കാണ്. ഇതാണ് ചക്ക് വരുന്നത്. ചക്ക് ഇത് കംപ്ലീറ്റ് സ്റ്റീൽ ബോഡിയാണ്. ഇതാണ് ഫുഡ് ഗ്രേഡ്. ഇതിൽ വെച്ചിട്ടാണ് കോൾഡ് പ്രോസസ്സിങ് എണ്ണ എടുക്കുന്നത്. ഇതിന്റെ എണ്ണയ്ക്ക് ഒരു എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെല്ലറിൽ ഒരു 280 ഡിഗ്രിയിൽ ആണ് ചൂടാക്കിയിട്ട് എണ്ണ എടുക്കുന്നത്. ഇത് കോൾഡ് പ്രോസസ്സിങ്. ഇത് തണുത്ത എണ്ണ, വളരെ തണുത്തിട്ട് തന്നെ വരും. എണ്ണ ചൂടുണ്ടാവില്ല, വളരെ തണുത്ത എണ്ണ. പക്ഷെ 10% എണ്ണ കുറയും. അതിൽ നിന്നും 10% എണ്ണ കുറയും. ആ 10% എണ്ണ കുറച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് റേറ്റിന് ചെറിയ വ്യത്യാസം ആ 10% എണ്ണയുടെ പ്രൈസ് ഇതിൽ കൂടും. ഇതാണ് നമ്മുടെ ചക്ക് വരുന്നത്. പിന്നെ എക്സ്പെല്ലർ വരുന്നത് അവിടെയാണ് അല്ലേ? പിന്നെ ഇതിലത്തെ ഇത് 10% കഴിഞ്ഞാലും ഇതിലത്തെ കേക്ക് ഞങ്ങൾ ഉപയോഗിക്കും. കേക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് എന്ന് പറഞ്ഞാല് എണ്ണ വന്നിട്ട് കൊപ്രയെന്ന് എണ്ണ കേക്ക് വേസ്റ്റ് ആണോ? അതിന്റെ വേസ്റ്റ് എന്താണ് അതിന് പറയാ? പിണ്ണാക്ക്. ആ കേക്ക് ഞങ്ങൾ എടുത്തിട്ട് എക്സ്പെല്ലറിലേക്ക് ഇടും. പക്ഷെ ആ എണ്ണ ഞങ്ങൾക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ 57-58 രൂപയാണ് 1 കിലോ തേങ്ങയ്ക്ക്. അപ്പൊ ഞങ്ങൾക്ക് 10% വേസ്റ്റേജ് എത്ര വന്നു അതെടുത്തിട്ട് ഞങ്ങൾ എക്സ്പെല്ലറിലിടും. എക്സ്പെല്ലറിലിട്ടിട്ട് ഞങ്ങൾ അതിൻ്റെയും കൂടി എണ്ണ എടുക്കും. ആ എണ്ണ പ്ലസ് ഞങ്ങൾ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കൊപ്ര. ആ കൊപ്രയും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ എക്സ്പെല്ലറിലത്തെ എണ്ണ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിന് ഇതിനേക്കാൾ ഒരു 20% വില വ്യത്യാസം, വില കുറവായിരിക്കും. ഇതാണ് എക്സ്പെല്ലർ. ഇതിലിപ്പോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഇത് ക്വാണ്ടിറ്റി ഇത് മണിക്കൂറിൽ ഞങ്ങൾക്ക് ഇപ്പം ഒരു 170 കിലോ വരെ ഞങ്ങൾക്ക് ആട്ടാം. മണിക്കൂറിൽ 170 കിലോ കൊപ്ര ഞങ്ങൾക്ക് ആട്ടിയെടുക്കാൻ പറ്റും. ഒരു ദിവസം നമുക്ക് ശരിക്കും എത്ര പ്രോസസ് വരുന്നുണ്ട്? ഇവിടുത്തെ പ്രോസസ്സിങ് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഒരു ദിവസം ഞങ്ങൾ തേങ്ങ വെട്ടും, ഉണക്കും. പിറ്റേ ദിവസം ആൾട്ടർനേറ്റ് ഡേയ്സ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ എണ്ണ എടുക്കുക, എണ്ണ ആട്ടുന്നത്. ആഴ്ചയിൽ 5 ദിവസമാണ് ഞങ്ങൾ ചെയ്യുക. അല്ല, 5 ദിവസത്തിൽ 3 ദിവസം വെട്ടും, 2 ദിവസം ആട്ടും. ബാക്കി ഞങ്ങൾക്ക് മെയിൻ്റനൻസ് അത് ഇതൊക്കെ ആയിട്ട് പോവും. ശരിക്കും ഞങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം നോർമൽ ഡെയിലി 1.5 ടൺ ഞങ്ങൾക്ക് പ്രോസസ് ചെയ്തെടുക്കാം. കോക്കനട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്നല്ലേ നോർമൽ ടൈമിൽ. ഇത് ഞങ്ങൾ ഒന്നും കൂടി സ്പീഡ് കിട്ടുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡബിൾ ആക്കാം. കാരണം ഞങ്ങളുടെ മെഷീനറി എല്ലാം ഒരു 50 to 60 ടണ്ണിനുള്ളതുണ്ട് മന്ത്ലി കപ്പാസിറ്റി. അത് ഞങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നത് മാത്രം എടുക്കുക. കാരണം ഇത് നമുക്കൊരു ബിസിനസ് ആക്കാൻ പറ്റില്ല. ഈ എണ്ണ ബിസിനസ് നമ്മളിപ്പോൾ ടൈം പാസിന് നമ്മൾ ചെയ്യുന്നു, ഇവർക്കുള്ള സാലറി കിട്ടുന്നു. ഇപ്പൊ നമുക്ക് കിട്ടുന്ന 57 രൂപ കിലോന്. ഇന്ന് ഞങ്ങളിപ്പം തേങ്ങ എടുത്തത് ഈ 50, അതായത് നമുക്ക് 5 കിലോ തേങ്ങ ഉണ്ടെങ്കിലാണ് നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുക. അപ്പൊ ഈ 5 ലിറ്റർ തേങ്ങയ്ക്ക് എത്ര രൂപയായി? 300. അതായത് 250, ഏകദേശം 285 രൂപയോളം വന്നു അല്ലേ? ഈ ഇതിന്ന് നമ്മളിപ്പോ എണ്ണ വിൽക്കുന്നത് നമുക്ക് 255 രൂപയ്ക്ക് എണ്ണ വിൽക്കാൻ പറ്റില്ല. കാരണം അത് നമുക്ക് മാർക്കറ്റിൽ പോയില്ല. അപ്പൊ നമുക്കിത് കിട്ടുന്നത് ഇപ്പം കൊപ്രയെന്നും അതുപോലെ തന്നെ ചിരട്ടയെന്നാണ് ലേബർ കിട്ടുന്നത്.
ചിരട്ട കൊടുത്തിട്ട് പൈസ കൊടുത്ത് കിട്ടുന്നുണ്ടല്ലേ? കിട്ടുന്ന ഓ, അതെങ്ങനെയാണ് വരുന്നത് ചിരട്ട എന്നുള്ള പ്രോഫിറ്റ്? ചിരട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോൾസെയിലായിട്ട് ഞങ്ങൾക്കിപ്പോ ഏകദേശം ഒരു മന്ത്ലി ഏകദേശം 10 to 12 ടൺ ഇതുണ്ടായിരിക്കും, ടൺ ഉണ്ടായിരിക്കും എന്നല്ല, ഒരു മന്ത്ലിയാണ് പോവുക. ആ. കാരണം ഒരു ലോഡ് തന്നെ 10 ടണ്ണ് വേണം. 10 ടൺ ഒരു 10 മാസം. ടൺ. ഓ. ഒരു ടണ്ണിന് ഇപ്പൊ ഏകദേശം ഇന്നത്തെ റേറ്റ് 16,000 രൂപ ഉണ്ട് ഒരു ടണ്ണിനല്ലേ? ഒരു ടണ്ണിന്. അതാണ് ശരിക്കും പ്രോഫിറ്റ്. അതാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അല്ലാണ്ട് ഇതെന്ന് വെളിച്ചെണ്ണന്ന് പിന്നെ കേക്ക് ഇതിന്റെ അഡീഷണൽ ലോസ് ഇപ്പൊ ഞങ്ങൾ വിൽക്കുന്നത് 250 രൂപയ്ക്കാണ്. കോസ്റ്റ് നമുക്ക് 5 രൂപ എക്സ്ട്രാ ഇത് വരുന്നുണ്ട് തേങ്ങ എടുക്കുമ്പോൾ. അപ്പൊ 5 രൂപ ഇതൊന്ന് പോവും, കേക്കിന്ന് പോവും. പിന്നെ ഇതിന്റെ വാടക, ഇലക്ട്രിസിറ്റി, അതാണ്ട് മൊത്തം കൂടിയ നടത്താൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നടത്താൻ വെച്ചാൽ ഈ പ്രോപ്പർട്ടി, ബിൽഡിംഗ് ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തമായോണ്ട് നടത്തുന്നു, അല്ലെങ്കിൽ ആർക്കും നടത്താൻ പറ്റില്ല. നമ്മളൊരു ബിസിനസ് മാത്രമല്ല, ഒരു സർവീസ് കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് കുറച്ച് ആളുകൾക്ക് തൊഴിലുണ്ട്. ഇതിനായിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഫിറ്റിന് എല്ലാവരും ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ചെയ്യാറുമില്ല. മായം കാര്യം ഇത് ഞങ്ങൾ പ്യുവർ. ഞങ്ങളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോയാലും കിട്ടുന്നവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അത്രയും എന്താ പറയാ ക്വാളിറ്റിയിലുള്ള എണ്ണയാണ് ഇവിടെ കൊടുക്കുന്നതാണ് പറയുന്നത്. ഒരു പ്രോഫിറ്റ് ആയിട്ടല്ല സത്യം പറഞ്ഞാൽ ചേട്ടോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു സർവീസ് കൂടിയാണ്. ഇവിടെ സ്വന്തം എന്താ പറയാ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ നടത്തുന്നതാണ്. അപ്പോ ഇവിടെ എത്രയാണ് ശരിക്കും 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വില വരുന്നത്? ഇപ്പൊ ഞങ്ങൾ ചക്കിലാട്ടിയത് കൊടുക്കുന്നത് വിത്ത് ബോട്ടില് 300 രൂപയ്ക്ക് ചക്കിലാട്ടിയത്. മറ്റത് കൊടുക്കുന്നത് 280 എക്സ്പെല്ലർ. ഈ ഒരു റേറ്റിനാണ് ഇവിടെ വെളിച്ചെണ്ണ കൊടുക്കുന്നത്. ഇത് എവിടേക്കൊക്കെ സെയിൽ സപ്ലൈ ഉണ്ട്? ഞങ്ങളിപ്പം ഇത് ഇന്ത്യ കംപ്ലീറ്റ് പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. കാരണം ഞങ്ങൾക്കിപ്പോ തികയുന്നില്ല, കൊടുക്കാൻ തികയുന്നില്ല. കാരണം ഇപ്പം തേങ്ങ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പിന്നെ സെലക്ട് ചെയ്ത തേങ്ങ എടുക്കണം. ഇപ്പൊ മലപ്പുറം കംപ്ലീറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, മലപ്പുറം. പിന്നെ അതിന് പുറമെ ഞങ്ങൾ ഓൺലൈൻ അറിയുന്ന ആളുകൾ വഴി ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ എല്ലായിടത്തും പോകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ഞങ്ങൾ അടിച്ച എണ്ണ ഇതാണ് നിങ്ങളുടെ സ്റ്റോറേജ് ഏരിയ വരുന്നല്ലേ? ഈ സ്റ്റോറേജ് തന്നെ എല്ലാവരും എണ്ണ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട് വലിയ ടാങ്കിലേക്കാണ് എടുക്കുക. ആ ടാങ്ക് ക്ലീൻ ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് വളരെ ഹൈജീനിക് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റീൽ ഒക്കെ SS ആണ്, 304 എല്ലാം ഇതിലാണ് ഞങ്ങൾ സ്റ്റോർ ചെയ്യുക. നമ്മളിപ്പോ ബാക്കിയുള്ള ചില സ്ഥലത്തൊക്കെ നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ആയിരിക്കും ശരിക്കും എണ്ണ പോകുന്നുണ്ടാവുക. ആ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന എണ്ണ അവിടെ ഫില്ല് ചെയ്യുന്ന സാധനം പിന്നെ ഒരിക്കലും നമുക്ക് ക്ലീൻ ചെയ്യില്ല. ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അത് ക്ലീൻ ചെയ്യാൻ എത്ര ഇത് വരും. അപ്പൊ ഇവിടെ വരുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മെസ്സസിന്റെ ഇതേപോലുള്ള കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതില് ഇപ്പോ ഇതാണ് ഫസ്റ്റ് ഇത് വരുന്നത്. ആദ്യം വരുന്ന എണ്ണ ഇതിലേക്കാണ് എത്തുക. ഇത് വരുന്ന എണ്ണ ആദ്യം ഞങ്ങൾ 1, 2 ഈ ചെറിയ ടാങ്കിലേക്ക് വരുന്നല്ലേ? ഇവിടെ കുറച്ച് ചെറിയ ടാങ്ക് ഉണ്ട്, ഇതിലേക്കാണ് ആദ്യം എണ്ണ വരിക. ഇതിലിരുന്ന് എന്താ പറയാ ഇത് എല്ലാവരും ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ് എണ്ണ ഫിൽറ്റർ ചെയ്യുക. ഞങ്ങൾക്ക് ഫിൽറ്ററിങ് ഇല്ല, നാച്ചുറൽ. അതായത് എണ്ണ എങ്ങനെ സെറ്റിൽ ചെയ്യും അതുപോലെ ഞങ്ങൾ ഇതിൽ വെച്ച് സെറ്റിൽ ചെയ്തിട്ട് ഒരു ഏകദേശം ഞങ്ങളൊരു 5 to 6 days ഇതിൽ കീപ്പ് ചെയ്യും. അതിനുശേഷം ആണ് എണ്ണ പുറത്തേക്ക് എടുക്കുക. ആ എണ്ണ പുറത്തേക്ക് എടുത്തിട്ട് ഞങ്ങൾ വലിയ ടാങ്കിലേക്ക് ഓരോന്ന് ഈ വലിയ ഇതിന്റെ എക്സ്പെല്ലറിന്റെ ടാങ്കാണ്, ഒന്ന് ചക്കിന്റെ ടാങ്കാണ്. ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ മന്ത്ലി. ഇവിടെ അതുപോലെ 2 ടാങ്ക് വരുന്നുണ്ട്. ഒന്ന് ഇതുപോലെ ചക്കിന്റെ, ഒന്ന് എക്സ്പെല്ലറിന്റെ ആണ് വരുന്നത്. അപ്പൊ ഓൾറെഡി ഇതിലേക്ക് വരുന്ന എണ്ണ എന്താ പറയാ നമ്മുടെ ചെറിയ ടാങ്കിൽ ഇരുന്ന് ഫിൽട്ടർ ആയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യും. ഇതിൽ 3 ദിവസം വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് നെക്സ്റ്റ് ഫില്ലിങ്ങിന് പോവുക. ബോട്ടിൽ ഫില്ലിങ്ങിന്. ഇപ്പം അവിടുന്ന് കണ്ടില്ലേ ടാങ്കില്, ആ ടാങ്കിൽ നിന്ന് ഇത് ചക്കിലാട്ടി വെളിച്ചെണ്ണ, കോൾഡ് പ്രോസസ്. ഇത് നമുക്ക് കാണുമ്പോ തന്നെ നല്ല ക്വാളിറ്റി, നല്ല കളറും. ഇതുപോലെ തന്നെ പേര് അതായത് കന്മനം ഫുഡ് പ്രൊഡക്ട്സ്. അല്ലേ? കന്മനം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേരാണ്. കന്മനം ഈ സ്ഥലത്തിന്റെ പേരാണ് കന്മനം. അതിന്റെ പേര് തന്നെയാണ് അതിനൊട്ടിക്കുന്നത്. കമ്പനിക്ക് ഇട്ടിക്കുന്നത്. ഇത് ജനങ്ങളായിട്ട് ഒന്നും കൂടി അടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകളായിട്ട്
ഇവിടുത്തെ ദേശക്കാരായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ചെയ്തതാണ്. സത്യം പറഞ്ഞ ചേട്ടൻ ഒരു ബിസിനസ് ആയിട്ടല്ല, ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു നല്ലൊരു സർവീസ് ഒരു സർവീസ് കൊടുക്കണം, അത്ര വേണ്ടിയിട്ട് നല്ല അത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ ഇവിടുത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഒരിക്കലും ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് ഇത് ബിസിനസ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, എനിക്ക് ചേട്ടന്നാണ് എന്തെങ്കിലും കിട്ടുക. അത് എനിക്ക് 6-7 സ്റ്റാഫ് ഉണ്ട്. 1.5-2 ലക്ഷത്തോളം എനിക്കൊരു മന്ത്ലി എക്സ്പെൻസ് വരും. ഇലക്ട്രിസിറ്റി 30,000 രൂപയോളം ഇലക്ട്രിസിറ്റി, അവരെ സാലറി, എൻ്റെ വണ്ടി, ലൈസൻസ് എല്ലാം. അതൊന്നും ഒരിക്കലും ഇതൊന്നും കിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുക ഒരു മനസ്സമാധാനം, അത്രയാണ് ഇതൊന്ന് കിട്ടുക. അതാണ് നമ്മളെ പ്രോഫിറ്റ്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ വേണം ചേട്ടനവരുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചേട്ടൻ്റെ ഇതുപോലുള്ള വെളിച്ചെണ്ണ മേടിച്ച് ചേട്ടനെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇതുപോലെയുള്ളവരെ നമുക്ക് അടുത്തുള്ളവർക്കും നിങ്ങൾക്ക് മേടിക്കുന്നവർക്കും നല്ലൊരു വെളിച്ചെണ്ണ ഉറപ്പോട് കൂടി തരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ ചേട്ടൻ്റെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇത് അയച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ വീഡിയോ കാണുന്നവർക്ക്? അത് അയച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ബൈ പോസ്റ്റ് ആയിട്ട് ഞങ്ങൾ പോസ്റ്റൽ വഴി അയക്കും, അല്ലെങ്കിൽ റെയിൽവേ വഴി അയക്കും. ഞങ്ങൾ സാധാരണ അയക്കാറുണ്ട്. ഇത് കൽക്കത്ത, ഗുവാഹട്ടി വരെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ലോക്കലും പോകുന്നുണ്ട്. ഇത് നെച്ചിയിൽ ആയുർവേദ വൈദ്യശാല, അതുപോലെ തന്നെ കേരി ഫോർ, അതുപോലെ തന്നെ കേരി ഫ്രഷ്, അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോകുന്നുണ്ട്. ഞങ്ങൾ എല്ലായിടത്തും കൊടുക്കാറില്ല. കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള സ്ഥലത്ത് കൊടുക്കാറുള്ളൂ. കാരണം എല്ലാവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബിസിനസ് അല്ല, ഒരിക്കലും ഇത് കോമ്പറ്റീഷൻ ആയിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ചേട്ടൻ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അത്രയും നോക്കിയിട്ട് ചേട്ടൻ അറിയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വെളിച്ചെണ്ണ മേടിക്കാനായിട്ട് പറ്റുന്നതാണ്. വീഡിയോയിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. കന്മനം ഫുൾ പ്രൊഡക്ഷൻ ആണ് പേര് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.